നമ്മുടെ പിതാവായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ അത്യുന്നത ദൈവത്തിന് എല്ലാം മഹത്വവും നമുക്ക് നൽകാം. നമുക്ക് അസ്തിത്വം നൽകി, നമ്മെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി, നമുക്കെല്ലാം നൽകി നമ്മെ നിത്യം പരിപാലിക്കുന്ന കാരുണ്യവാനായ സ്നേഹനിധിയായ ദൈവപിതാവ് എപ്പോഴും എല്ലായിടത്തും എല്ലാറ്റിലും ഉപരി മഹത്വപ്പെടട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമം എക്കാലവും എല്ലാറ്റിലും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 തിരുവചനം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് അനേകം കാഴ്ചപ്പാടുകൾ മനുഷ്യനുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് പറയുകയും ചെയ്യുന്നവർ ഇടയിൽ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അനേകം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഇത് പലതും കേട്ടുകേൾവികൾ മാത്രമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17 അധ്യായം 26, 27 വചനങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഈ എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവമാണ് എൻ്റെയും എല്ലാ ദൈവമക്കളുടെയും സ്രഷ്ടാവ് എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ വിശ്വസിക്കാത്ത ഒരുവനും യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എല്ലാ ജനപദങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നാം ദൈവത്തെ അന്വേഷിക്കണം, അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തണം. ഭൗതികമായ അറിവിലൂടെ കണ്ടെത്തണമെന്നല്ല, ഈ ലോകം തരുന്ന ഭൗതിക വിജ്ഞാനത്തിലൂടെ നാം ദൈവത്തെ കണ്ടെത്തണം, അല്ലെങ്കിൽ കണ്ടെത്തുമെന്നല്ല, അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തും. അപ്പോൾ ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അന്വേഷിക്കണമെന്നും അങ്ങനെ ദൈവത്തെ കണ്ടെത്തണമെന്നും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തണമെന്നും ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട, എന്നാൽ അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെ നമുക്ക് എത്ര പേർക്ക് കാണാൻ കഴിയും? ആത്മാർത്ഥമായി യഥാർത്ഥത്തിൽ അന്വേഷിക്കുക. അപ്പോൾ എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം? ഏത് രീതിയിൽ അന്വേഷിച്ചാലാണ് അവിടുത്തെ കണ്ടെത്താൻ കഴിയുക? എപ്പോഴാണ് നാം ദൈവത്തെ പൂർണ്ണമായി അറിയുക? ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ കൃത്യമായി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് അനന്തകാലത്തേക്ക് നീളുന്ന ഒരു പ്രവൃത്തിയല്ല. ഇതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന സമയം വളരെ വ്യക്തമായി പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഹോസിയ 6:3, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. എന്തെന്നാൽ അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധയമ്മ, ഈ വ്യക്തികളെക്കുറിച്ച് അനേകം പരസ്പര വിരുദ്ധങ്ങളായ പഠനങ്ങൾ പോലും ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ദൈവവചനങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്.
അപ്പോൾ ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരും എന്ന് അനേക ദൈവവചനങ്ങൾ സാക്ഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രമാണ് ക്രിസ്തീയ വിശ്വാസികൾ ചിന്തിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പറയുന്നതും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നു, കർത്താവിനെ അറിയാൻ, ദൈവത്തെ അറിയാൻ, ഏക സത്യദൈവമായ പിതാവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അങ്ങനെ ഒരു ശ്രമം എത്ര പേര് ചെയ്യണുണ്ട്? ദൈവം ഏറ്റവും വലിയവനാണ്, നമ്മുടെ അസ്തിത്വത്തിന് കാരണഭൂതനാണ്, നമുക്കെല്ലാം നൽകിയവനാണ്, എല്ലാറ്റിൻ്റെയും നിയന്താവും പരിപാലകനുമാണ്. അപ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുന്ന പോലെയാണോ ദൈവത്തെ അറിയാൻ ശ്രമിക്കേണ്ടത്? ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതും ഇന്നുണ്ടായത് നാളെ ഇല്ലാതായിത്തീരുന്നതുമായ ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക വിജ്ഞാനങ്ങളോ സൃഷ്ടിയുടെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനെന്തെങ്കിലും നേടിക്കൊടുക്കുന്ന അറിവുകളോ അവന് സുഖവും സമ്പത്തും നേടിക്കൊടുക്കുന്ന അറിവുകളോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന പോലെയാണോ ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കേണ്ടത്? അപ്പോൾ ദൈവം ആര്, ദൈവത്തിൻ്റെ മഹത്വവും വിലയും എന്ത്, ദൈവത്തിൻ്റെ ശക്തി എന്ത് എന്നൊക്കെ ഒരല്പമെങ്കിലും അറിയാൻ കഴിയുന്നവർക്കാണ് ദൈവത്തെ അറിയാൻ ഏകാഗ്രതയോടെ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലങ്ങനെ ഒരു സമൂഹമുണ്ട്, ഉണ്ടായിരിക്കണം എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റെല്ലാറ്റിലും ഉപരി ദൈവത്തെ അറിയാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ഏകാഗ്രതയോടെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. അപ്പോൾ ദൈവത്തെ നാം അറിയണം. ദൈവത്തെ അറിയാനുള്ള തീവ്രമായൊരു പരിശ്രമം ഉണ്ടാകണം. ദൈവത്തെ അറിയാനുള്ളൊരു ദാഹം നമ്മിലുണ്ടാകണം. ഇതെല്ലാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ഇത് ദൈവമക്കൾ മാത്രമാണ് പറയാൻ സാധിക്കുക. അവർ അഭിമാനത്തോടെ പറയുന്നതാണ്, ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അതിൽ അഭിമാനിക്കാൻ കഴിയുന്ന, ദൈവം തൻ്റെ പിതാവായതിൽ അഭിമാനിക്കാൻ കഴിയുന്ന ദൈവമക്കളുടെ സമൂഹത്തിൽ മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണു താനും. അടുത്ത വചനം വളരെ ശ്രദ്ധേയമാണ്. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ പിതാവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി, ഇവിടെ മാത്രമല്ല മറ്റ് പല വചനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു, ലോകം ദൈവത്തെ, ദൈവപിതാവിനെ അറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിയുകയുമില്ല. കാരണം ലോകത്തിന് ആകെയുള്ളത് ഭൗതിക വിജ്ഞാനമാണ്. 1 കൊറിന്തോസ് 1:21 ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. അപ്പോൾ ലോകത്തിൽ നിന്ന് മനുഷ്യനെ അഭിമാനിക്കുന്ന, ലോകം അഹങ്കരിക്കുന്ന ഒരു ഭൗതിക വിജ്ഞാനമുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങളെ അയക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന, ഇവിടെ ഇരുന്നുകൊണ്ട് ബഹിരാകാശത്ത് അനേകം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന, ശരീരത്തിൻ്റെ ചെറിയ മേഖലയിൽ പോലും ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്ന ശാസ്ത്രത്തിൻ്റെ അനേകം മനുഷ്യൻ അഭിമാനിക്കുന്ന അനേകം അറിവുകൾ, ഭൗതിക വിജ്ഞാനം, ലൗകിക വിജ്ഞാനം. എന്നാൽ ഈ വിജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. ഇത് ദൈവവചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. കാരണം ദൈവം അവിടുത്തെ വെളിപ്പെടുത്തി തരാതെ നമുക്കാർക്കും ദൈവത്തെ അറിയാൻ കഴിയില്ല. മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അവൻ്റെ പരിശ്രമം കൊണ്ടോ നേടിയെടുക്കുന്ന, അവൻ്റെ ബുദ്ധിശക്തിയുടെ പ്രവൃത്തികളാൽ നേടിയെടുക്കുന്ന ഒരു അറിവല്ല ദൈവത്തെ അറിയുക എന്നുള്ളത്. അതിന് ദൈവപിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. അവിടുന്ന് തുറന്നു തരാതെ ആരും അവിടുത്തെ അറിയുകയില്ല. അവിടുന്ന് വെളിപ്പെടുത്താതെ ആരും അവിടുത്തെ അറിയുകയില്ല. അപ്പോൾ ലൗകിക വിജ്ഞാനത്താൽ ലോകം ദൈവത്തെ അറിയില്ല. അതുകൊണ്ടാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്, ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തെ ലോകം അറിയും ഒരിക്കൽ. അത് ദൈവമക്കൾ അറിയുന്ന പോലെയല്ല. നമ്മൾ അനേകം പ്രവചനങ്ങൾ വായിച്ചാൽ കാണാം, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയുമെന്ന് അനേകം വചനങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ
ഈ സമയം വരെ ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവമക്കൾ ദൈവത്തെ അറിയണം എന്ന് എഴുതപ്പെട്ടിരിക്കും. ലൗകിക വിജ്ഞാനത്താലാകട്ടെ ദൈവത്തെ അറിയാനും കഴിയില്ല. റോമ 1:20 ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, ഇത് കാണാൻ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തശക്തിയും ദൈവത്തിൻ്റെ ദൈവത്വവും വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അവരറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൃഷ്ടികളെ നോക്കിയാൽ ദൈവത്തിൻ്റെ അനന്തശക്തി കാണാൻ കഴിയും. പക്ഷേ ഇന്നത് കാണാൻ മനുഷ്യന് താല്പര്യമില്ല. അതെന്തോ കുറച്ചിലാണ്. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്ന ഒരു പോരായ്മയായിട്ടാണ് ജനം കരുതുന്നതെന്ന് ഇതേ അധ്യായത്തിൽ എഴുതപ്പെടുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ശക്തിവിശേഷങ്ങളെയും ഈ ലോകത്തിലെ സൃഷ്ടവസ്തുക്കളുടെ പ്രവൃത്തികളെയും അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ ഔന്നത്യങ്ങളും ഒക്കെ വാതോരാതെ മനുഷ്യൻ പുകഴ്ത്തുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുമ്പോഴും അത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ, ഒന്നുമില്ലായ്മയിൽ നിന്നും അതിനെല്ലാം അസ്തിത്വം നൽകിയ ദൈവത്തിൻ്റെ അനന്തശക്തി, ഇതിൻ്റെ ഒന്നും പുറകിൽ കാണാൻ മനുഷ്യനും മനസ്സില്ല. അതവൻ ദൈവത്തിന് നേരെ ഹൃദയം അടയ്ക്കുന്ന, തങ്ങളുടെ ആത്മജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ ധിക്കാരപരമായ മനോഭാവം. ദൈവത്തെ അറിയാൻ മനസ്സില്ല. അപ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തെ നോക്കേണ്ടതുപോലെ നോക്കിയാൽ ദൈവത്തിൻ്റെ അനന്തശക്തിയും ദൈവത്വം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരാതെ നമുക്കൊരിക്കലും അവിടുത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, മനുഷ്യരായ ആരും ഇതുവരെ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അനേകം ആളുകൾ പഠിപ്പിക്കുന്നു, ദൈവം അരൂപിയാണ്, ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ശരീരമില്ല എന്നൊക്കെ. കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മനുഷ്യനങ്ങ് തീരെഴുതി. പക്ഷേ പരിശുദ്ധ ബൈബിളിൽ അനേകം വചനങ്ങൾ, പ്രവാചകന്മാർ, യേശു ക്രിസ്തു, അപ്പസ്തോലന്മാരും എല്ലാം പഠിപ്പിച്ച വചനങ്ങളിലെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിനു രൂപമുണ്ട്, അവിടത്തേക്ക് ശരീരമുണ്ട്. അപ്പോൾ ഇത് അനേകം ദൈവശാസ്ത്രജ്ഞന്മാരും അല്ലാത്തവരും ഒക്കെ തർക്കിക്കുകയും വാദോരാതെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്തൊരു വിഷയമാണ്. അതവർ തർക്കിച്ചുകൊണ്ടേയിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ദൈവവചനമായി ആ വചനത്തിനു മുമ്പിൽ എളിമയോടും അനുതാപത്തോടും കൂടെ ശിശു സഹജമായ ഹൃദയത്തോടെ ആ ദൈവവചനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിന് രൂപമുണ്ട്. പക്ഷെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ യേശു ക്രിസ്തു വഴിയാണ് നാം പിതാവിനെ അറിയുന്നത്. ദൈവപുത്രൻ വഴിയാണ് ദൈവം തന്നെയായ, ദൈവത്തോട് സമാനതയുള്ള, ദൈവത്തിൻ്റെ സത്തയുടെ പ്രതിരൂപമായ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ പുത്രൻ വഴിയാണ് ഏക സത്യദൈവമായ പിതാവിനെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ പ്രവൃത്തികളെല്ലാം ദൈവപിതാവിൻ്റെതാണ്. അപ്പോൾ പുത്രൻ വഴിയാണ് ദൈവം അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ. എന്നാൽ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു വന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ വചനം. അവിടെ 2000 വർഷം മുമ്പ് നമ്മെ പഠിപ്പിച്ച, ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിച്ച ദൈവപുത്രൻ നടത്തിയ ഒരു പ്രവചനമാണ്. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു ജനത്തെ പഠിപ്പിച്ചത് മുഴുവൻ ഉപമകൾ വഴിയാണ്. ആർക്കൊന്നും മനസ്സിലായില്ല. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് പഠിപ്പിച്ചത്. എന്നാൽ ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ അങ്ങനൊരു സമയമുണ്ട്. അത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ സമയം വരുന്നു, അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഉപമകൾ വഴി സ്പഷ്ടമായിട്ടല്ല യേശു ക്രിസ്തു പിതാവിനെ പറ്റി നമ്മളെ അറിയിച്ചതെന്ന് അവൻ തന്നെ സാക്ഷ്യപ്പെടുന്നു. ഉപമകൾ വഴി അല്ലാതെ സ്പഷ്ടമായി പിതാവിനെ പറ്റി അവൻ പഠിപ്പിക്കുന്നത്
വരാനിരിക്കുന്ന സമയത്ത്, അന്ത്യകാലത്താണ്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ യേശു ക്രിസ്തു പഠിപ്പിക്കില്ല നേരിട്ട്. അപ്പം അതുകൊണ്ട് അവൻ പിതാവിനെ ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുകയും അവനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ച് അവൻ വഴി പിതാവിനെ നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുത്തി തരുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. ലൂക്ക 10:22. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് വെളിപ്പെടുത്തി തരാതെ നമുക്ക് പുത്രനെയും അറിയാൻ കഴിയില്ല. പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ പിതാവിനെക്കുറിച്ച്, ദൈവമക്കൾ പിതാവിനെ അറിയണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു വഴി അറിയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പുത്രൻ ഒരുവന്, അവൻ ആർക്ക് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അവൻ പിതാവിനെ അറിയുകയും അവനിലൂടെ നമ്മെ പിതാവിനെ പഠിപ്പിച്ച് നമ്മളും പിതാവിനെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദൈവത്തിനൊരു പ്രവൃത്തി അന്ത്യകാലത്ത് പൂർത്തിയാവുന്നുണ്ട്. ഇതെല്ലാം മുൻവിധികളില്ലാതെ, ദൈവശാസ്ത്രമെന്ന പ്രസത്തിലൂടെ അല്ലാതെ, പാരമ്പര്യമെന്ന പ്രസത്തിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ ദൈവവചനം കേട്ടാൽ നമുക്കിത് മനസ്സിലാവും, സ്വീകരിക്കാനും സാധിക്കും. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ദൈവശാസ്ത്രവും പാരമ്പര്യവും കടിച്ചു തൂങ്ങിക്കിടന്ന അന്നത്തെ മഹോപണ്ഡിതന്മാർ ചെയ്ത അതേ തെറ്റ്, അതേ അബദ്ധം, നാശകാരണമായ അബദ്ധം എല്ലാ കാലത്തും ആവർത്തിക്കപ്പെടും, പ്രത്യേകിച്ച് അന്ത്യകാലത്ത്. അതുകൊണ്ട് ദൈവവചനത്തെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ. അപ്പോൾ അങ്ങനെ പിതാവിനെ നമുക്ക് പുത്രൻ അവൻ അയക്കുന്നവനിലൂടെ വെളിപ്പെടുത്തി തരും. അപ്പോൾ നാം പിതാവിനെ പറ്റി കൂടുതൽ വ്യക്തമായി അറിയും. അപ്പോൾ പിതാവിനെ അനുഭവത്തിലൂടെയും നമുക്കറിയാനായി സാധിക്കും. കാരണം ദൈവവചനത്തിലൂടെയാണ് നാം പിതാവിനെ അറിയുന്നത്. ആ വചനം രുചിച്ച് അനുഭവിക്കുമ്പോൾ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ, അവിടുത്തെ നന്മയുടെ പ്രവൃത്തികളായി നമ്മൾ വെളിപ്പെട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ നാം പിതാവിനെ, അവിടുത്തെ സ്നേഹത്തെ, അവിടുത്തെ നന്മയെ, അവിടുത്തെ കരുണയെ, അവിടുത്തെ വാത്സല്യത്തെ, അവിടുത്തെ പരിപാലനയെ, അവിടുത്തെ അനന്ത ശക്തിയെ ഒക്കെ നാം നേരിട്ട് അനുഭവിച്ചറിയും. അങ്ങനെ ഒരു അറിവിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെളിപ്പെടുന്ന പിതാവ് എങ്ങനെയുള്ള പിതാവാണ് നമ്മൾ കണ്ടത്? യെശയ്യാ 64:4 തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവപിതാവിനെ കുറിച്ച് അന്ത്യകാലത്ത് നാം അറിയുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു അറിവാണ് ആ പിതാവ് മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പിതാവ്. ആർക്ക് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നതെന്ന് വളരെ വ്യക്തം. അപ്പോൾ ദൈവപിതാവ് ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ വായിക്കണം. അവിടുത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ കാത്തിരിക്കുന്നത് വരാനുള്ള ഒരാൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവപുത്രൻ അവിടുത്തെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്ത് അന്ത്യകാലത്ത് ദൈവമക്കളുടെ അടുക്കലേക്ക് അയക്കുന്നവനാണ്, അയക്കപ്പെട്ടവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അപ്പോൾ സദ്വാർത്തയുമായി വരുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ. അപ്പോൾ അവനിലൂടെയാണ് ഈ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരിക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് അന്ത്യകാലത്താണ്. അപ്പോൾ പിതാവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മളെ അറിയിക്കുകയും ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഇതാ ദൈവപിതാവ്, യേശുക്രിസ്തു മാത്രമല്ല, ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുന്നു എന്ന ദൈവത്തിൻ്റെ അറിയിപ്പ് വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവപിതാവിനെ കാത്തിരിക്കുകയുള്ളൂ. കാരണം അവിടെ നിന്ന് വരുന്നു. നമ്മൾ കണ്ടു, ദൈവത്തെ, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. എന്തെന്നാൽ
അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഒരു രാത്രി കഴിഞ്ഞാൽ പ്രഭാതം വരും എന്നുള്ളത് സുനിശ്ചിതമാണ്, അതിന് മാറ്റമില്ല. അതേപോലെ സുനിശ്ചിതമാണ് ദൈവത്തിൻ്റെ ആഗമനം, പിതാവായ ദൈവത്തിൻ്റെ ആഗമനം. അപ്പോൾ പിതാവായ ദൈവം വരുന്നു എന്ന് പ്രഘോഷിക്കുകയും ആ പിതാവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് യേശയ്യാ പ്രവാചകൻ വഴി ഈ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെട്ട നിത്യജീവൻ്റെ സദ്വാർത്ത വിശ്വസിക്കുന്ന സിയോൻ സമൂഹം ചെയ്യുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം അധ്വാനിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കെല്ലാം നൽകി. മനുഷ്യന് അവിടുന്ന് എല്ലാം ഏദൻ തോട്ടത്തിൽ സമൃദ്ധമായി കൊടുത്തു. അവിടുത്തെ ഛായയും സാദൃശ്യവും അവിടുത്തെ ശക്തിയും മഹത്വവും എല്ലാം നൽകി. എന്നാൽ മനുഷ്യൻ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അല്ലെങ്കിൽ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവമെന്ന നിലയിൽ അവിടുത്തേക്ക് ഉത്തരവാദിത്വമില്ല, അത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. എങ്കിലും അവിടുന്ന് നമ്മുടെ പിതാവാണ്. ആ പിതാവിൻ്റെ ആഗ്രഹം എന്താ? പിതാവ് ഒരുക്കിയിരിക്കുന്ന മുഴുവൻ മക്കൾ സ്വന്തമാക്കണം. മക്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മക്കൾ തിരികെ നേടണം. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നേടണം. അങ്ങനെ ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തപ്പെടണം. അപ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ തന്നെ പൂർത്തിയാകണം. അപ്പോൾ അതിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവ്. ഇവിടെ നമ്മൾ കണ്ടു ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന് അനേകം കാഴ്ചപ്പാടുകൾ. അപ്പോൾ എവിടെയോ എങ്ങോ മറഞ്ഞിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അജ്ഞാത ശക്തി. അങ്ങനെ മാത്രമല്ല യേശു ക്രിസ്തു നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തരുന്നത്. അവിടുന്ന് ഒരു വ്യക്തിയാണ്. ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം മുഴുവൻ അതിൻ്റെ പൂർണ്ണതയിൽ നിറഞ്ഞിരിക്കുന്ന, മക്കളോട് അനന്തമായ സ്നേഹം കാണിക്കുന്ന വാത്സല്യനിധിയായ ഒരു പിതാവ്. അപ്പോൾ ആ പിതാവിനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. ഇവിടെ ഈ വചനങ്ങൾ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ദൈവമക്കൾക്ക് ഒരു നിത്യമായ ഒരു സാബത്തുണ്ട്. അനന്തകാലം ദൈവത്തോടൊത്ത് നിത്യവിശ്രമത്തിൽ ദൈവപിതാവിൻ്റെ മഹത്വവും ദൈവപിതാവിൻ്റെ എല്ലാ സമ്പത്തും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അതേ ശരീരത്തോടുകൂടി ദൈവമക്കൾ ദൈവപിതാവിനോടൊത്ത് നിത്യം വസിക്കുന്ന ഒരു ദൈവഭവനത്തെക്കുറിച്ച്, അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച്, അങ്ങനെ ഒരു നിത്യ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മെ സ്വർഗീയ ശരീരമുള്ളവരായി കൂട്ടിക്കൊണ്ടു പോകാനാണ് ദൈവപുത്രൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് അവൻ 2000 വർഷം മുമ്പ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തോടൊത്തുള്ളൊരു ജീവിതം, ഒരു നിത്യ സാബത്ത് ദൈവജനത്തിന് ലഭിക്കാനിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അപ്പോൾ ദൈവം അവിടുത്തെ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ദൈവമക്കളും അവർക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ജോലികളിൽ നിന്ന് വിരമിച്ചിട്ടില്ല. അഥവാ ദൈവം പൂർത്തിയാക്കാനായി മനുഷ്യന് കൊടുത്തിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന സമയമാണ് അന്ത്യകാലം, യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ കാലം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. അങ്ങനെ ആ ജോലികൾ പൂർത്തിയാകുമ്പോൾ ദൈവപിതാവ് മക്കൾക്ക് എന്തെല്ലാമാണോ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത്, ശപഥത്താൽ നിശ്ചയിച്ചിട്ടുള്ളത്, അതെല്ലാം മക്കൾ സ്വന്തമാക്കി കഴിയുമ്പോൾ പിതാവും അവിടുത്തെ മക്കളും ഒരുമിച്ച് ഒരു നിത്യ വിശ്രമ സാപത്തിലേക്ക് പ്രവേശിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സാപത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ, ആ സാപത്തിലേക്ക് മക്കൾ പ്രവേശിക്കുന്നതിന് വേണ്ടി, മക്കളെല്ലാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിതാവ്. അവിടുന്ന് മയങ്ങയില്ല,
ഉറക്കം തൂങ്ങുകയില്ല. അവിടുന്ന് എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാത്സല്യനിധിയായ ദൈവം. യോഹന്നാൻ 5:17 യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇത് അന്നത്തെ യഹൂദ പുരോഹിതരെയും ഫരിസേയരെയും അസ്വസ്ഥപ്പെടുത്തി അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ തിയോളജി അനുസരിച്ച് യേശു ക്രിസ്തു പറഞ്ഞ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലും. ദൈവീക രഹസ്യങ്ങൾ അവിടുന്ന് ദൈവം അയച്ചവനോട് വെളിപ്പെടുത്തി തരുമ്പോൾ ഈ തിയോളജി എന്ന ജയിലിനകത്ത് കുടുങ്ങിപ്പോയവർക്ക്, അതിലൂടെ മാത്രം പാരമ്പര്യത്തിലൂടെ മാത്രം എല്ലാം കാണുന്നവർക്ക് ഈ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അത് ഞങ്ങൾ പഠിച്ച തിയോളജി അല്ല, ഞങ്ങളുടെ പാരമ്പര്യമല്ല. ഇത് തന്നെയാണ് 2000 വർഷം മുമ്പും അന്നത്തെ ഫരിസേയരും സദ്ദുക്കാരും പുരോഹിത വർഗവും ചെയ്ത തെറ്റും. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്. അത് 2000 വർഷം മുമ്പല്ല, ഇപ്പോഴും പ്രവർത്തനനിരതനാണ്. അവിടുന്ന് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുക, ഞാനും പ്രവർത്തിക്കുന്നു, ഞാനും അധ്വാനിക്കുന്നു. ആർക്ക് വേണ്ടിയാണോ പിതാവ് അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടി. അല്ലാതെ പുത്രനായ യേശു ക്രിസ്തുവിന് വേറെ അജണ്ടയൊന്നുമില്ല. ഇനി പരിശുദ്ധാത്മാവോ, പിതാവും പുത്രനും പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു, പരിശുദ്ധ അമ്മയും പ്രവർത്തിക്കുന്നു, സ്വർഗത്തിലെ ദൂതന്മാർ മുഴുവൻ പ്രവർത്തിക്കുന്നു. ആർക്ക് വേണ്ടി? പിതാവിനെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി. അപ്പോൾ ദൈവം ഈ സ്വർഗം മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. പ്രവർത്തന നിരതനാണ് പിതാവ്. ഒരു ശാപത്തിലേക്ക് അപ്പനും മക്കളുമായി പ്രവേശിക്കാനിരിക്കുന്നു. 1 കൊരിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. അപ്പോൾ പിതാവ് അവിടുത്തെ സ്നേഹിക്കുന്നവർക്കായി നിത്യമായവ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നിടത്ത് വലതുവശത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്കായി പിതാവ് ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന നിത്യമഹത്വത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പിതാവ് എല്ലാവർക്കും വേണ്ടി സജ്ജീകരിക്കുന്നല്ല എഴുതിയിരിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ. കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ലൗകിക വിജ്ഞാനം കൊണ്ടും അവൻ്റെ യുക്തി കൊണ്ടും ഈ സജ്ജീകരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ കഴിയില്ല. അതിനെ ഭോഷത്വമായി കാണുകയുള്ളൂ. കാരണം അവനൊന്നും മനസ്സിലാവില്ല. യൂദാസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ അവർ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയാത്തത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി. അത് മക്കൾ സ്വന്തമാക്കുന്നതാണ് ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അത് മക്കൾ അനുഭവിക്കുന്നതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. നമ്മൾ ഈ ഭൂമിയിലും മാതാപിതാക്കൾ അങ്ങനെയല്ലേ? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, അവർ അധ്വാനിച്ചത് മുഴുവൻ അവർ സ്നേഹിക്കുന്ന മക്കൾ ആസ്വദിച്ച് അനുഭവിക്കുന്നത് കാണുന്നതല്ലേ മാതാപിതാക്കൾ സന്തോഷം? അപ്പോൾ സ്വർഗസ്ഥനായ പിതാവും നിത്യമായവ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. അത് മക്കൾ സ്വന്തമാക്കുന്നത് വരെ പിതാവ് അധ്വാനിക്കുന്നു, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ക്ലിയറാണ്, ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണോ സജ്ജീകരിച്ചിരിക്കുന്നത്, ആരത് സ്വന്തമാക്കണമെന്നാണോ പിതാവ് നിശ്ചയിച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത്. അവിടുന്ന് ആർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വീണ്ടും എഴുതപ്പെട്ടിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ കാണാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. 2 കണ്ടീഷനുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർ. എങ്ങനെ സ്നേഹിക്കണം? മറ്റെല്ലാറ്റിനേക്കാളധികം ദൈവത്തെ സ്നേഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയിലാണ് ഈ കാര്യത്തിൽ. അവൻ പറഞ്ഞു, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല.
എന്നേക്കാളധികം ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ദൈവത്തെക്കാളധികം മറ്റാരെയെങ്കിലും സ്നേഹിച്ചാൽ അത് ഈ സജ്ജീകരിച്ചിരിക്കുന്നത് സ്വന്തമാക്കാൻ ഉള്ള യോഗ്യത നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി എന്താണെന്ന് അന്ത്യകാലത്ത് മാത്രമാണ് സദ്വാരത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുക. ലോകം ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് മുഴുവൻ മാനുഷിക കാഴ്ചപ്പാടാണ്. ചൊറി മാറാനുള്ള പദ്ധതി, പെണ്ണെ കെട്ടിക്കുന്ന പദ്ധതി, വിദേശത്ത് താമസമാക്കുന്ന പദ്ധതി, വിദേശത്ത് വിസ കിട്ടുന്ന പദ്ധതി, പരീക്ഷ പാസ്സാകുന്ന പദ്ധതി, കടം വീടുന്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ച് ഈ ലോക ജീവിതത്തിൽ തളച്ചിടുന്ന അനേകർ ഈ വചനങ്ങൾ എടുത്ത് ദുരുപയോഗിക്കാറുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതി അല്ല. നിന്റെ കടം വീടുന്നതും പെണ്ണെ കെട്ടിക്കുന്നതും വീട് വെക്കുന്നതും വിദേശത്ത് പോകുന്നതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. അത് ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാനൊന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി മക്കളെ, ഒരു നിത്യമായൊരു പദ്ധതി. അവിടുന്ന് ഈ പദ്ധതി അനുസരിച്ച് അവിടുന്ന് വിളിക്കപ്പെട്ടവർക്ക്, അപ്പോൾ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരുണ്ട്. അവർക്ക് മാത്രമേ ദൈവത്തെ എല്ലാറ്റിലും അവർ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നന്മയ്ക്കായി പരിണമിപ്പിക്കാനായി പിതാവ് അധ്വാനിക്കുന്നു. എന്ത് നന്മ! ഇതും മനുഷ്യൻ ലൗകികമായി മാനുഷികമായിട്ടേ കാണാറുള്ളൂ. ഇവിടെ എന്തെങ്കിലും സമ്പത്തുണ്ടാക്കുന്നതോ, ഇവിടെ തലമുറകൾക്കായി സ്വത്ത് സ്വരുക്കൂട്ടി വെക്കുന്നതോ, ഇവിടെ മനുഷ്യൻ്റെ പ്രശംസയും അംഗീകാരവും ലഭിക്കുന്നതോ, ഇവിടെ എന്തെങ്കിലും നേടുന്നതോ, ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യമോ അല്ല ഈ നന്മ. ഇത് ദൈവം മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമഹത്വത്തിൻ്റെ നന്മ. ആ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമാണ് പിതാവ് ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പിതാവ് എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു, ഈ അധ്വാനത്തിൻ്റെ എന്ത് റിസൾട്ടാണ്, ഫലമാണ് പിതാവ് ആഗ്രഹിക്കുന്നത്, എന്താണ് ആ ഫലം, ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്യാത്ത പ്രവൃത്തികൾ ദൈവം ചെയ്തു എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കണേ. ദൈവം പറയാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്ന് പറയുന്ന ഒരു സമൂഹം. അപ്പോൾ ഇവിടെ തിരിച്ചറിയണം, ആർക്ക് വേണ്ടിയാണ് പിതാവ്, അല്ല സ്വർഗം മുഴുവനും അധ്വാനിക്കുന്നത്. എന്താണ് അധ്വാനത്തിൻ്റെ ലക്ഷ്യം, ആർക്കാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത്? അപ്പോൾ ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ അധ്വാന ഫലം സ്വന്തമാക്കണം എന്ന ഒരു അഭിലാഷത്തിലേക്ക് വരികയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. അതിനാണ് നമ്മൾ ദൈവവചനങ്ങൾ കാണുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അവിടുത്തെ അനന്ത സ്നേഹത്തിൻ്റെ ഗ്യാരണ്ടി തരുന്ന ഒരു ദൈവവചനമാണ്. എന്തും സംഭവിച്ചോട്ടെ, ലോകദൃഷ്ടിയിൽ മനുഷ്യദൃഷ്ടിയിൽ എത്ര തിന്മയായി കരുതപ്പെട്ടോട്ടെ, പക്ഷേ ഈ രണ്ട് യോഗ്യതകളുണ്ടെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവനാണെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുൻപേ വിളി ലഭിച്ചവനാണെങ്കിൽ, അത് അവിടുന്ന് നന്മയ്ക്കായി മാറ്റിയിരിക്കും. തിന്മയെപ്പോലും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന സർവശക്തനാണ് അത്യുന്നതനായ പിതാവ്. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. 2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ എന്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? നമ്മൾ കണ്ടു, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ. അപ്പോൾ എന്തിലേക്കാണ് വിളിച്ചിരിക്കണേ? അവിടുത്തെ മഹത്വത്തിലേക്ക്. എന്താണ് ആ മഹത്വത്തിൻ്റെ പ്രത്യേകത? അത് നിത്യം നിലനിൽക്കുന്ന മഹത്വം, അത് നിത്യമായ മഹത്വം. ആ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച പിതാവ്. അപ്പോൾ ഈ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ ഈ ദൈവമഹത്വവും ഔന്നത്യവും സ്വന്തമാക്കുന്നത് വരെ പിതാവ് അധ്വാനിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളൊന്നും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഈ മഹത്വം മനുഷ്യൻ പ്രാപിച്ചിട്ടില്ല. നമ്മൾ കൊളോസ്സോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവനായ
യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അവൻ മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം മഹത്വത്തിൽ വെളിപ്പെടും. അപ്പോൾ നാം ദൈവം മഹത്വം പ്രാപിക്കാനിരിക്കണം. അത് മനുഷ്യൻ ചിന്തിക്കുന്നതല്ല, മനുഷ്യൻ ഭാവന കാണുന്നതല്ല, മനുഷ്യൻ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല. അത്ര വലിയ നിത്യമായ മഹത്വം, ആ മഹത്വത്തിൽ മക്കൾ പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. അപ്പം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാത്സല്യനിധിയായ നമ്മുടെ പിതാവ്. റോമ 8:17, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അങ്ങനെ ഒരു ഗണമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി സദ്വാർത്തയിലൂടെ ദൈവം അയച്ച പ്രവാചകനും വഴി പിതാവ് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ കൂട്ടവകാശം, എന്താണ് ഈ ദൈവത്തിൻ്റെ അവകാശം, അതാരെക്കുറിച്ചാണ് ഈ പറയുന്നത്, എപ്പോഴാണ് അവർക്കത് ലഭിക്കുക, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നെല്ലാം വിശദമായി പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായവർ എന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അവകാശികൾ ഈ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കണേ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും വരുന്ന ദൈവപുത്രനെ ആരെല്ലാമായി നാം സ്വീകരിക്കണമെന്നാണോ പിതാവ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ സ്വീകരിച്ച് ഒരുങ്ങുന്ന ഈ വിളി ലഭിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. അപ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് അത്യുന്നതനായ പിതാവ്. ജെറമ്യ 29:11, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ അവിടുന്ന് അന്ത്യകാലം വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവീക രഹസ്യമാണ് ഈ പദ്ധതി. എന്നാൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുതപ്പെട്ടതെല്ലാം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല, എഴുതപ്പെട്ടതെല്ലാം പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവം അവിടുത്തെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചതും എന്നാൽ ദൈവവചനത്തിൽ മറച്ചു വെച്ചതുമായ അനേകം രഹസ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ദൈവീക പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും അവരുടെ പഠനങ്ങൾ ഓർത്തിട്ട് പറയും എല്ലാം വെളിപ്പെടുത്തപ്പെട്ടു, ഇനി ദൈവീക വെളിപാടൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവവചനം ശ്രദ്ധയോടെ വായിക്കാം. ഉദാഹരണത്തിന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനെ ദർശനങ്ങളെല്ലാം കാണിച്ചിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം അന്ത്യകാലം വരെ മുദ്രിതമാണ്. അന്ത്യകാലത്തെ ഈ വചനങ്ങളുടെ മുദ്രകൾ തുറന്ന് അതിൽ ദൈവം മറച്ചിരിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ദൈവം മുദ്ര തുറന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം അയക്കുന്നവൻ വഴിയേ അത് തുറന്നു കിട്ടുകയുള്ളൂ. അത് ആ വഴിയല്ലാതെ നമുക്ക് തുറന്നു കിട്ടാൻ മറ്റൊരു മാർഗവും പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് എളിമയോടെ ആയിരിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ നമുക്ക് എളിമയോടെ ആയിരിക്കാം. വചനം പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ, ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ കഴിയില്ല, ഓരോന്നും യഥാകാലം വെളിവാകും. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അവിടുത്തെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ് എന്നും വിശ്വസിക്കണ്ടേ? അപ്പോൾ ദൈവം ദൈവീക രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നതും അത്യുത്തമമാണ്, ദൈവം അത് വെളിപ്പെടുത്തി തരുന്നതും അത്യുത്തമമാണ്. അത് ആരിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്, ആ പ്രവൃത്തിയും അത്യുത്തമമാണ്. എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അവയെല്ലാം അത്യുത്തമമാണ്. അപ്പോൾ ഈ പ്രവൃത്തി, ഈ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി വെളിപ്പെടുത്തി തരുന്ന പ്രവൃത്തി പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. അതൊരു മാനുഷിക കാഴ്ചപ്പാടിലെ ക്ഷേമമല്ല, ഭൗതിക സമ്പത്തിൻ്റെ സുരക്ഷിതത്വം നൽകുന്ന ക്ഷേമമല്ല.
ഈ ലോകത്തിൻ്റെ മഹത്വവും പ്രശംസയും മനുഷ്യൻ്റെ അംഗീകാരവും കിട്ടുന്ന ക്ഷേമമല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിത്യം നിലനിൽക്കുന്ന സ്വർഗീയമായ ക്ഷേമം. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഈ മനോഹരമായ പദ്ധതി അനേക കാലം തൻ്റെ മനസ്സിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ഈ പദ്ധതിയുടെ സന്തതികളുണ്ട്, ഈ പദ്ധതിയുടെ അവകാശികളുണ്ട്, ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളുണ്ട്. അവർ ഈ പദ്ധതിയുടെ ഫലം സ്വന്തമാക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. വളരെ ക്ലിയറാണ്, ദൈവപിതാവ് ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, ആരെക്കുറിച്ചാണോ ഈ പദ്ധതി പിതാവ് ഒരുക്കിയിരിക്കുന്നത്, ഈ പദ്ധതിയുടെ ഫലം ആർക്കാണോ നന്മയും ക്ഷേമവുമായി ലഭിക്കേണ്ടത് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അതവർ സ്വന്തമാക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നു. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിതാവ്. യെശയ്യാ പ്രവാചന പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പക്ഷേ അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വചനമാണ്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടൊരു വചനമല്ല. യേശു ക്രിസ്തു ഇത് പൂർത്തിയായിട്ടുമില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് 1-ാം വരവിൽ വന്ന 2000 വർഷം മുമ്പ് പൂർത്തിയാകേണ്ട ഒരു വചനവും അല്ല. ഇത് അന്ത്യകാലത്ത് ദൈവമയക്കുന്ന സദ്വാർത്താദൂതനെക്കുറിച്ച് എഴുതപ്പെട്ട വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവത്സരം, ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രഘോഷണം, അത് യേശു ക്രിസ്തു 1-ാം വരവിൽ ലഭിച്ച കൃപയല്ല. കാരണം 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പോൾ ഒരു കൃപ നമുക്ക് ലഭിച്ചു 1-ാം വരവിൽ, ഒരു കൃപ ലഭിക്കാനിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിലാണ്. അതാണ് കൃപയുടെ പൂർണ്ണത, കൃപയുടെ സമൃദ്ധി. അപ്പോൾ ആ കൃപ പ്രഘോഷിക്കപ്പെടും, ആ രക്ഷ പ്രഘോഷിക്കപ്പെടും. അപ്പോൾ അന്ത്യകാലത്ത് ഈ സദ്വാർത്തയിലൂടെയാണ് ദൈവത്തിൻ്റെ അധ്വാനത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ദൈവപിതാവിൻ്റെ അധ്വാനത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുക, അഥവാ ഈ പദ്ധതി എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുക. അത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കൂടിയാണ് സദ്വാർത്തയുമായി ദൈവം തൻ്റെ പ്രവാചകനെ അയച്ചത്. അപ്പോൾ 2005 മുതൽ ലോകം മാനുഷിക കാഴ്ചപ്പാടിൽ എഴുതിത്തള്ളിയ ദൈവത്തിൻ്റെ പ്രവാചകൻ ഈ സദ്വാർത്ത ഈ ലോകത്ത് പ്രസംഗിച്ചു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും. ദൈവം പ്രതികാരം ചെയ്യും. ദൈവം പ്രതികാരം ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പോൾ അത് ആരോട് പ്രതികാരം ചെയ്യുന്നു എന്നെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികാര ദിനം പ്രഘോഷിക്കണം. അതും അന്ത്യകാലത്താണ് പ്രഘോഷിക്കപ്പെടുക. അതിനു മുമ്പ് അത് പ്രഘോഷിക്കുന്ന അർത്ഥമില്ല. ഈ പ്രഘോഷണം സാർത്ഥകമാകണമെങ്കിൽ, അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഇത് അന്ത്യകാലത്താണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രഘോഷിക്കാൻ ദൈവം അയച്ചിരിക്കുന്നു സദ്വാർത്ത ദൂതനെ. മനുഷ്യരോ ഏതെങ്കിലും സഭാധികാരിയോ അല്ല അയക്കുന്നത്. അതുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവന് അതിന് താഴെയുള്ള ആരുടെയും അധികാരപത്രം ആവശ്യമില്ല. അപ്പോൾ നമ്മളവനെ തിരിച്ചറിയണ്ടേ? 2000 വർഷം മുമ്പ് വന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ സ്നാപകയോഹന്നാൻ, വഴിയൊരുക്കാൻ വന്ന സ്നാപകയോഹന്നാനോ അതിനുശേഷം വെളിപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനോ, അവൻ വെറൊരു ആശാരിയായിട്ടാണ് വെളിപ്പെട്ടത്. ഇവർക്ക് 2 പേർക്കും അന്നത്തെ ഒരു സഭാധികാരികളുടെയും ഈ ലോകത്തിലെ ദൈവജനത്തെ നയിച്ച ആരുടെയും സർട്ടിഫിക്കറ്റോ സമ്മതപത്രമോ അംഗീകാരമോ ആവശ്യമില്ല. കാരണം ഈ ദൈവം അയച്ചവർക്ക്
സർവാധികാരിയായ ദൈവത്തിൻ്റെ അംഗീകാര മുദ്രയുണ്ട്. അത് മനസ്സിലാക്കാൻ അന്നത്തെ ജനത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇതേ അംഗീകാര മുദ്രയാണ് ദൈവത്തിൻ്റെ സദ്വാർത്തയുമായി ദൈവമായ അയച്ചവനുള്ളത്. അത് ദൈവം വിവേചനാവരം നൽകുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സദ്വാർത്തയിലൂടെയാണ് ദൈവപിതാവ് എന്തിനാണ് അധ്വാനിക്കുന്നത്, എന്താണ് അവിടുത്തെ അധ്വാനത്തിൻ്റെ ഉദ്ദേശം, എന്താണ് അവിടുത്തെ പദ്ധതി എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ അത് അറിയണമെങ്കിൽ നാം സദ്വാർത്ത ശ്രവിക്കണം, ദൈവത്തിൻ്റെ വചനമായി ശ്രവിക്കണം. യെശയ്യാ 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം. ഇത് യേശുക്രിസ്തു അല്ല ചെയ്തത്, ഇത് യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുവനുണ്ട്. മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ യേശുക്രിസ്തു വന്നു, സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി വെളിപാടുകളൊന്നുമില്ല, ഇനി ദൈവീയ രഹസ്യങ്ങളൊന്നുമില്ല, ഇനി ദൈവം ആരെയും അയക്കില്ല എന്ന് കരുതി ആ ഒരു കാഴ്ചപ്പാടിലിരിക്കുന്നവരുടെ അടിസ്ഥാനപരമായ സകല ചിന്തകളെയും തകിടം മറിച്ച് തകർക്കുന്നതാണ് ദൈവത്തിൻ്റെ ഈ വാക്കുകൾ. അപ്പോൾ സദ്വാർത്ത അറിയിക്കാൻ ദൈവം ഒരുവരെ അയക്കും. അന്ത്യകാലത്ത് യേശുക്രിസ്തു നമുക്ക് തരാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. ഹെബ്രായർ 9:28 എഴുതിയിട്ടുണ്ട്. ഹെബ്രായർ 9:28 അവൻ വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, ആരുടെയും പാപങ്ങൾ ഏറ്റെടുക്കാനല്ല, പാപപരിഹാരം ചെയ്യാനല്ല, പാപിയെ കാണാനല്ല, പാപിയെ രക്ഷിക്കാനല്ല, പാപിക്ക് മോചനം കൊടുക്കാനല്ല, പാപപരിഹാരാർത്ഥമല്ല. പിന്നെ എന്തിനായിരിക്കണം? നീതി സ്ഥാപിക്കാൻ. അപ്പോൾ പാപിക്ക് ശിക്ഷ കൊടുക്കണം, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അത് എങ്ങനെ കാത്തിരിക്കണം അതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യോഗ്യതയോടെ നീതിമാന്മാരായി വിശുദ്ധിയോടെ അവനെ ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് ഒരു രക്ഷ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നമുക്ക് നൽകും. ആ രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ യേശുക്രിസ്തു ശരീരം ധരിച്ചു വീണ്ടും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, സദ്വാർത്ത ദൂതൻ നമ്മെ അറിയിച്ച ഏറ്റവും വലിയ ഒരു ദൈവത്തിൻ്റെ അറിയിപ്പാണ്, പ്രഖ്യാപനമാണ്. 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പീഡ സഹിച്ച് മരിച്ച, പുനരുത്ഥാനം ചെയ്ത, നമുക്ക് പാപമോചനത്തിൻ്റെ രക്ഷ നൽകിയ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ഏകജാതൻ യേശുക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ ഇമ്മാനുയേൽ നാമത്തിൽ വന്നു കഴിഞ്ഞു എന്ന സ്വർഗത്തിൻ്റെ അറിയിപ്പ് നമുക്ക് നൽകാനാണ് ദൈവം തൻ്റെ ദൂതനെ, സദ്വാർത്ത ദൂതനെ അയച്ചത്. അപ്പോൾ അവൻ വന്നിരിക്കുന്നത് അവനെ ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് ഒരു രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തു രക്ഷ നൽകാൻ വരുന്നു അല്ലെ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ രക്ഷകനല്ല, അവൻ രക്ഷ തന്നത് 2000 വർഷം വന്ന രക്ഷ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന എന്നത്തെ ബാലിശമായ തർക്കങ്ങൾ നടത്തുന്ന ആളുകളിപ്പോഴുണ്ട്. യേശുക്രിസ്തു ഒന്നാം വരവിൽ തന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവൻ രണ്ടാം വരവിൽ തരുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അത് അവനിൽ വിശ്വസിച്ച്, ഇമ്മാനുവേലിൽ വിശ്വസിച്ച് അവനെ ഒരുങ്ങി കാത്തിരിക്കുന്നവർക്കാണ് അതാരായാലും ഈ രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഈ രക്ഷ പ്രഘോഷിക്കുന്നവനാണ് സദ്വാർത്ത ദൂതൻ. അപ്പോൾ ഈ രക്ഷ ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവരത് സ്വീകരിക്കുന്നതിന് വേണ്ടി പിതാവ് അധ്വാനിക്കുന്നു. അപ്പോൾ ദൈവപിതാവ് എന്തിനാണ് അധ്വാനിക്കുന്നത് നമ്മൾ കാണുന്നത്? ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ഈ രക്ഷയുടെ അവകാശികൾക്ക് വേണ്ടി. രക്ഷയുടെ ഒരു അവകാശികളെക്കുറിച്ച് ഹെബ്രായർ ലേഖനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർ. ഇത് ഒന്നാം വരവിലെ രക്ഷ സ്വന്തമാക്കിയതിന് ശേഷം എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അപ്പോൾ രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർ, ആ രക്ഷ ദൈവമക്കൾ ഈ അവകാശികൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി, ആ സ്വന്തമാക്കേണ്ടവർക്ക് വേണ്ടി പിതാവായ ദൈവം അധ്വാനിക്കുന്നു. അപ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക്
അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന എല്ലാം നൽകാൻ വേണ്ടി, അതവർ സ്വന്തമാക്കി അത് അനുഭവിക്കുന്നത് കാണാൻ വേണ്ടി ഇടതടവില്ലാതെ അധ്വാനിക്കുന്ന വാത്സല്യനിധിയായ നമ്മുടെ പിതാവ്. ആ അധ്വാനമാണ്, ആ അധ്വാനത്തിൻ്റെ പുറകിലത്തെ അവിടുത്തെ സ്നേഹമാണ് നാം തിരിച്ചറിയേണ്ടതും അനുഭവിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. കാരണം അതിന് എഴുതിയിരിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു നാം അറിയുകയും ആ സ്നേഹത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ പിതാവിൻ്റെ സ്നേഹം. അപ്പോൾ സദ്വാർത്ത ശ്രവിക്കുന്നതിലൂടെയാണ് ഈ അധ്വാനത്തിൻ്റെ വ്യാപ്തിയും ലക്ഷ്യവും, അതിൻ്റെ പുറകിലൊരു അപ്പൻ്റെ, ഒരു പിതാവിൻ്റെ കരുതലും സ്നേഹവും, മക്കൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിൻ്റെ വിങ്ങലുകളുമൊക്കെ നാം അറിയുന്നത്. 2 യോഹന്നാൻ 1:8, ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുകയും. അപ്പോൾ ദൈവം അയക്കുന്നവർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ആ അധ്വാനത്തിനൊരു ഫലമുണ്ട്. അതെന്തിനു വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത്? അത് തന്നെ. ആ പിതാവിൻ്റെ അധ്വാന ഫലം നാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി അയക്കുന്നവരും അധ്വാനിക്കുന്നത്. അപ്പോൾ അതിനെന്താ പറയണത്? അത് നമ്മൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി, ഭാഗികമായിട്ടല്ല, അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ അതിന് നമ്മൾ അറിയണ്ടേ, എന്തിനാണ് എൻ്റെ പിതാവ് അധ്വാനിക്കുന്നത്? എന്താണ് എൻ്റെ പിതാവിൻ്റെ അധ്വാനത്തെ ലക്ഷ്യം? എന്ത് ലക്ഷ്യമാണ് എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? എന്ത് മഹത്വമാണ് എനിക്ക് ഒരുക്കിയിരിക്കുന്നത്? എന്താണ് പിതാവിൻ്റെ പദ്ധതി? ഇതറിയുമ്പോഴല്ലേ അവിടുത്തെ അധ്വാനത്തിൻ്റെ ദിവസം നമുക്ക് മനസ്സിലാകുക. ഇത് നമ്മളെ അറിയണമെങ്കിൽ, നമ്മെ അറിയിക്കാനാണ് പിതാവ് സദ്വാർത്തയുമായി തൻ്റെ ദൂതനെ അയച്ചത്. അതുകൊണ്ട് സദ്വാർത്തയുടെ രഹസ്യങ്ങളിലേക്ക്, സദ്വാർത്ത നൽകുന്ന ദൈവീക പ്രത്യാശകളിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയവും ചെവികളും ചായ്ക്കാം. മാനുഷികമായ തടസ്സങ്ങളില്ലാതെ, മാനുഷികമായ മുൻവിധികളില്ലാതെ, മാനുഷിക പഠനങ്ങളുടെ തടവറയിലായിരിക്കാതെ ദൈവസ്വരത്തിന് നമുക്ക് ചെവി കൊടുക്കാം. അപ്പോൾ ഈ അധ്വാന ഫലം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. 2 തിമോത്തിയോസ് 3:1-5. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നാം ജീവിക്കുന്ന സമയം ക്ലേശപൂർണമായ സമയമായിരിക്കും. ആർക്ക് ക്ലേശം? ദൈവമക്കൾക്ക്, പിന്നീട് എല്ലാവർക്കും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും, വചനം വളരെ ഗൗരവമുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവ് നടത്തിയ ഒരു പ്രവചനമാണ് അന്ത്യകാലത്തെ മനുഷ്യർ എങ്ങനെയായിരിക്കും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും തങ്ങളുടെ കാര്യം മാത്രം നോക്കുക, ധനമോഹികളും, പലരുടെയും ജീവിത ലക്ഷ്യം ധനം ഉണ്ടാക്കുക മാത്രമാണ്, അഹങ്കാരികളും, ദൈവത്തിനോ ദൈവവനത്തിനോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ എളിമപ്പെടാത്തവർ, അഹങ്കാരികളും, ഗർവിഷ്ഠരും, വാക്കുകളിലും പ്രവൃത്തിയിലും മുഴുവൻ ഗർവ് നിറഞ്ഞു നിൽക്കുന്നവർ, ദൈവദൂഷകരും, ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കെതിരെ, ദൈവം അയച്ചവർക്കെതിരെ ദൂഷണം നടത്തുന്നവർ, ദൈവദൂഷകരും, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും, ദൈവപിതാവിനെ അനുസരിക്കാത്തവർ, കൃതജ്ഞര്, നന്ദിയില്ലാത്തവർ, ദൈവത്തോട് നന്ദിയില്ലാത്തവർ, ദൈവത്തിന് നന്ദി പറയാത്തവർ, വിശുദ്ധിയില്ലാത്തവർ, എല്ലാ അശുദ്ധികളും മുഴുകുന്നവർ മനുഷ്യരുണ്ടാവും. ആ പ്രവചനത്തിന് ഗൗരവം നോക്കി. അന്ത്യകാലത്ത് ഈ പ്രത്യേകതയുള്ള മനുഷ്യരുണ്ടാവും. അവർ മനുഷ്യത്വമില്ലാത്തവരും, ഒന്നിനും വഴങ്ങാത്തവരും, അപവാദം പറയുന്നവരും, ആത്മനിയന്ത്രണമില്ലാത്തവരും എന്ന് പറയുക, എല്ലാത്തരം തിന്മയിലേക്കും സ്വയം വിട്ടുകൊടുക്കുന്നവർ, ഒരു ആത്മനിയന്ത്രണവും ഇല്ലാത്തവരും, ക്രൂരന്മാരും, ക്രൂരതയിൽ ആനന്ദിക്കുന്നവർ, നന്മയെ വെറുക്കുന്നവർ, പിന്നെ മറുപുറം തിന്മയെ സ്നേഹിക്കുന്നവർ, വഞ്ചകരും, എടുത്തുചാട്ടക്കാരും, അഹന്തയുള്ളവരും, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇത് ദൈവത്തിൻ്റെ സത്യവചനം. അതിലേറ്റവും അവസാനം പറഞ്ഞ് ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വം ആഗ്രഹിക്കാനും, ദൈവത്തിൻ്റെ അധ്വാന ഫലത്തെക്കുറിച്ച് അറിയാനും, ദൈവപിതാവിൻ്റെ അധ്വാനത്തെ വിലമതിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് എൻ്റെ അടിസ്ഥാനം ഇരിക്കുന്നത്.
ദൈവസ്നേഹമുണ്ടാകണം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ആദ്യം നമ്മിൽ അനുഭവിക്കാൻ കഴിയണം. ആ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കാൻ കഴിയണം. അത്യുന്നതനായ പിതാവിനെ സ്നേഹിക്കാൻ കഴിയണം. അവർക്ക് മാത്രമേ ഈ അധ്വാനം, ദൈവപിതാവിൻ്റെ അധ്വാനം എന്തെന്നറിയാനും അതിൻ്റെ ഫലം ആസ്വദിക്കാനുള്ളൊരു ആഗ്രഹവും ആ ദൈവത്തെ അന്വേഷിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 5:42 യേശുക്രിസ്തു പറയുക, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഇത് 2000 വർഷം മുമ്പത്തെ മനുഷ്യരെക്കുറിച്ച് എന്നതിനേക്കാൾ ഇപ്പം നമ്മൾ വായിച്ചു കേട്ടു അന്ത്യകാലത്തെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നോക്കിയാണ് യേശുക്രിസ്തു ഇത് പറയുന്നത്. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. പക്ഷേ വീണ്ടും നമ്മൾ പഴയ പദത്തിലേക്ക് പോവുക. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങൾ ആസക്തിയുള്ളവർ എന്ത് ചെയ്യും? അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തും. അപ്പോൾ അവർ ബാഹ്യമായ രീതി നോക്കിയാൽ ഈ ദൈവസ്നേഹമില്ലാത്തവർ സകല ഭക്താഭ്യാസങ്ങളും ചെയ്യും. അപ്പോൾ ബാഹ്യമായി നോക്കിയാൽ വലിയ ഭക്തരായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഹൃദയം എനിക്കറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. ഈ വചനം അന്ത്യകാലത്താണ് ഏറ്റവും സാർത്ഥകമായിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്തൽ, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. അപ്പോൾ ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ അധ്വാനത്തിലേക്ക് നമ്മൾ തിരിയുള്ളൂ. ദൈവം നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതെന്തിനാണ് എൻ്റെ പിതാവ് അധ്വാനിക്കണേ? എനിക്ക് എന്ത് തരാൻ വേണ്ടി പിതാവ് അധ്വാനിക്കണേ? എന്താ എൻ്റെ പിതാവ് ഒരുക്കിയിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊക്കെ അറിയാനുള്ളൊരു അഭിലാഷമുണ്ടാകണമെങ്കിൽ ദൈവസ്നേഹം ഉണ്ടാകണം. അവർ ഇതറിയാനായി ദൈവത്തിൻ്റെ സ്വരത്തിലേക്ക്, ദൈവം നൽകുന്ന സദ്വാർത്തയിലേക്ക് തിരിയും. അത് കേൾക്കാൻ ആഗ്രഹിക്കും. ദാനിയേൽ 12:4 ദാനിയേലെ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അത് മുദ്ര വയ്ക്കപ്പെട്ടതാണ്. അത് മുദ്ര വെച്ചിരിക്കുന്ന ഈ കാലഘട്ടം മുഴുവൻ, അടച്ചു വെച്ചിരിക്കുന്ന ഈ കാലത്തും ഈ രഹസ്യങ്ങളുടെ അർത്ഥങ്ങളെന്ന് പറഞ്ഞ് മനുഷ്യൻ പടച്ചു വിട്ട സകല വ്യാഖ്യാനങ്ങളും മാനുഷിക ജൽപ്പനകൾ മാത്രമാണ്. കാരണം ദൈവം തുറന്നു കൊടുത്തിട്ടില്ല. ഈ എത്രമാത്രം പ്രഭാഷണങ്ങൾ, ഈ എത്രമാത്രം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ദാനിയേലിൻ്റെ ദർശനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് അന്ത്യകാലം വരെ മറച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താ ഈ എഴുതി വിടുന്നതല്ല? എന്താണ് ഈ പറഞ്ഞു വിടുന്നതല്ല? അനേകർ അങ്ങുമെങ്ങും ഓട്ടി നടക്കും. എന്തിന്? ഇതറിയാൻ. ഓട്ടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഒരു വിരൽത്തുമ്പിലെല്ലാം അറിവുമുണ്ട് മനുഷ്യൻ. അപ്പോൾ അറിവിൻ്റെ മഹാവിസ്ഫോടനം നടന്നിരിക്കുന്നു എന്നത് അന്ത്യകാലമാണ് എന്നതിൻ്റെ വലിയ അടയാളമാണ്. ഇന്ന് മനുഷ്യൻ അഭിമാനിക്കുന്ന അറിവ് തന്നെയാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സമയമായി എന്നതിൻ്റെ ഒരു തെളിവ്, അടയാളം. അപ്പോൾ ഇത് അന്ത്യകാലം വരെ മറക്കപ്പെട്ടിരിക്കുമെന്ന്, അന്ത്യകാലത്താണ് മുദ്രകൾ തുറക്കപ്പെടുകയുള്ളൂ എന്നും ദാനിയേൽ പ്രവാചകന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറിവ് വർദ്ധിച്ചതുകൊണ്ടൊന്നും ഈ ദൈവീക രഹസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അറിവ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യൽ ദൈവസ്നേഹമില്ല. ഭക്തിയുടെ ബാഹ്യരൂപമുണ്ട്, പക്ഷെ അതിൻ്റെ ചൈതന്യമില്ല. അപ്പോൾ ദൈവസ്നേഹം നമ്മിലേക്ക് വന്നാലാണ് നമുക്ക് ഈ പദ്ധതി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ അധ്വാനം എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അവർക്ക് മാത്രമാണ് ഈ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ നമ്മൾ കണ്ടു, യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ഒരു രക്ഷ നമുക്ക് തരും. രക്ഷ നൽകാൻ വേണ്ടിയാണ് വരുന്നത്. ഈ രക്ഷ വേണമെന്നുള്ള ആഗ്രഹം വേണ്ടേ? ഈ രക്ഷയെ അഭിലഷിക്കണ്ടേ? 2 തെസ്സലോനിക്ക 2:9-12 സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം, അന്തിക്രിസ്തു, നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രവചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയിരിക്കുന്ന പ്രവചനം. അപ്പോൾ നിയമനിഷേധി എന്തു ചെയ്യും? എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും, ദൈവികമായ അടയാളമല്ല, കാഴ്ചയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് തോന്നും, പക്ഷെ വ്യാജമാണ്.
കാഴ്ചയിൽ ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമായിട്ട് തോന്നും, പക്ഷെ വ്യാജമാണ്. വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ കണ്ട, വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അപ്പോൾ ഈ അത്ഭുതങ്ങളും വ്യാജ അടയാളങ്ങളുമൊക്കെ വഞ്ചിക്കാൻ വേണ്ടിയാണ് സാത്താൻ ചെയ്യുന്നത്. ആരെ വഞ്ചിക്കാൻ? സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ. നമ്മൾ വചനങ്ങൾ നന്നായി ധ്യാനിക്കണം. അപ്പോൾ എന്തിനെ വിമുഖത കാണിക്കുന്നു? സത്യത്തെ സ്നേഹിക്കാൻ വിമുഖത കാണിക്കുന്നു. അങ്ങനെ രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്നു. ഏത് രക്ഷ? യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നമുക്ക് തരാനിരിക്കുന്ന രക്ഷ, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണത. അത് ആ രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്നവർ, മനസ്സില്ലാത്തവർ, അവർ സത്യത്തെ സ്നേഹിക്കില്ല, വ്യാജത്തെ സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ അവരെ, അങ്ങനെ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളായ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ അന്ത്യക്രിസ്തു കാണിക്കും, നിയമനിഷേധി കാണിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ആ വാക്ക് ശ്രദ്ധിച്ചേ, ദൈവം അവരിൽ ഒരു മിഥ്യാബോധം ഉണർത്തും. എന്തിന്? വ്യാജമായതിനെ സ്നേഹിക്കാൻ. സത്യത്തെ സ്നേഹിച്ചാൽ രക്ഷ പ്രാപിക്കും, എന്നാൽ വ്യാജമായതിനെ സ്നേഹിച്ചാലോ നശിച്ചു പോകും. വളരെ സിമ്പിൾ. അപ്പോൾ ഈ വ്യാജമായതിനെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. അപ്പോൾ അറിവ് വർദ്ധിക്കും, പക്ഷെ മനുഷ്യൻ മിഥ്യാബോധത്തിലായിരിക്കും. ഈ മിഥ്യാബോധത്തിലായിരിക്കുന്നവർക്ക് ഒരിക്കലും സത്യത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ സത്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് ദൈവത്തിൻ്റെ അധ്വാനം എന്തിനാണെന്നോ അത് ദൈവം വെളിപ്പെടുത്തി തരുന്നത് സ്വീകരിക്കാനോ ഒന്നും കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സത്യത്തോടൊരു സ്നേഹമുണ്ടോ നോക്കുക. മനുഷ്യൻ്റെ വാക്കുകളോടല്ല, ദൈവത്തിൻ്റെ സത്യത്തോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം എന്നിലുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ നമുക്ക് വേണ്ടിയാണ്, ആ സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് അധ്വാനിക്കുന്നത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവത്തെ അറിയുമ്പോൾ ആണ് ദൈവത്തിൻ്റെ അധ്വാനം നാം അറിയുക. അവിടെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിതാവാണെന്നറിയുക. അവിടുന്ന് എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്ന് അറിയുക. എന്താണ് അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയുക. എന്താണ് അവിടുത്തെ പദ്ധതി എന്നറിയുക. ഇതറിയുന്നത് സദ്വാർത്തയിലൂടെയാണ്. വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്ത് മാത്രമാണ്. ഇത് വെളിപ്പെടുത്താനാണ് ദൈവം സദ്വാർത്ത ദൂതനെ അയക്കുന്നത്. അപ്പോൾ നിത്യജീവൻ യേശു ക്രിസ്തു നമുക്ക് നൽകിയിട്ട് പോയ വാഗ്ദാനമാണ്. ഇന്നുവരെ ആദത്തിൻ്റെ സന്തതികൾ ആരും നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല. പ്രാപിച്ചുവെന്ന് ആരും അവകാശപ്പെട്ടാലും ദൈവവചനപ്രകാരം അത് വ്യാജമാണ്. കാരണം ദൈവവചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അതിപ്പോഴും വാഗ്ദാനമാണ്, നമുക്ക് ലഭിച്ചിട്ടില്ല. അതവൻ തരുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ്. അതാണ് അവൻ വീണ്ടും വരുമ്പോൾ നമുക്ക് തരുന്ന രക്ഷ, നിത്യജീവൻ്റെ രക്ഷ. പക്ഷേ ഇന്ന് നിത്യജീവനോ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ അതിനുവേണ്ടിയുള്ള ആഗ്രഹങ്ങളോ അതിനുവേണ്ടിയുള്ള അധ്വാനമോ ഒന്നും കാണാനില്ല. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിലും മനുഷ്യരിലും പ്രത്യാശ വെച്ചിരിക്കുന്നവർ. ഇവിടെ കടം വീടണം, ഇവിടെ പെണ്ണെ കെട്ടിക്കണം, ചൊറി മാറണം, വീട് വെക്കണം, വിദേശത്ത് പോകണം, അവിടെ സെറ്റിലാകണം, ഇവിടെ സുഖങ്ങൾ ആസ്വദിക്കണം, പരീക്ഷ പാസ്സാകണം, ഇവിടെ പ്രശ്നങ്ങൾ മാറണം, ഇവിടെ തടസ്സങ്ങൾ മാറണം. ഇതിനു വേണ്ടി മാത്രം പ്രത്യാശ വെച്ച് അതിൻ്റെ സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ലോകം. അപ്പോൾ അവരാരും നിത്യജീവൻ അന്വേഷിക്കണില്ല. ആ നിത്യജീവൻ തേടുന്നവർ ദൈവത്തിൻ്റെ അധ്വാനത്തിലേക്ക് തിരിയും. അവിടെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയും. ആ അധ്വാനത്തെ വിലമതിക്കും. ആ അധ്വാന ഫലത്തിനായി ആഗ്രഹിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:48 ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി
കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു, ദൈവത്തിൻ്റെ വചനത്തെ മഹത്വപ്പെടുത്തി. ആരെ നോക്കണേ? നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ചും അവിടുത്തെ പദ്ധതിയെക്കുറിച്ചും അന്ത്യകാലത്ത് വെളിപ്പെടുത്തപ്പെടുമ്പോൾ വിശ്വസിക്കാൻ ആർക്കേ കഴിയുള്ളൂ? നിത്യജീവന് നിയോഗം ലഭിച്ചവർ. വളരെ കൃത്യമാണ് വചനം. നിത്യജീവൻ നമുക്ക് യേശുക്രിസ്തു അവൻ രണ്ടാം വരവാണ് തരുന്നത്. അവൻ വീണ്ടും വരുമ്പോഴാണ് തരുന്നത്. ആ നിത്യജീവൻ്റെ രക്ഷ തരാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിത്യജീവന് നിയോഗം ലഭിച്ചവർ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കും. അപ്പോൾ വിശ്വാസ വരം ലഭിക്കുന്നത് ഈ നിത്യജീവന് നിയോഗം ലഭിച്ചവർക്കാണ്. അവർ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കും. ജ്ഞാനം 15:11 തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ തന്നെ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന മനുഷ്യർ, അപ്പോൾ അറിയാൻ സാധിക്കാൻ പറ്റാത്തവരല്ലെന്ന്, സാഹചര്യമില്ലാഞ്ഞിട്ടല്ലെന്ന്, അതിനൊരു അവസരം ദൈവം ഒരുക്കാഞ്ഞിട്ടല്ല, അതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ബോധപൂർവം അതിന് വിസമ്മതിക്കുന്നു. എനിക്ക് കേൾക്കണ്ട, എനിക്ക് അറിയണ്ട, എനിക്ക് ദൈവത്തെ വേണ്ട, എനിക്ക് ദൈവത്തെ അറിയണ്ട, എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി അറിയണ്ട, എനിക്ക് ദൈവം എന്തിനെ അധ്വാനിക്കുന്നതെന്ന് അറിയണ്ട എന്ന് പറഞ്ഞ് ബോധപൂർവം മനഃപൂർവം ഹൃദയം അടയ്ക്കുന്നവർ, അവരെങ്ങനെയാ ദൈവത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ച് അറിയുക? അവർക്കെങ്ങനെയാണ് അത് കേൾക്കാൻ സാധിക്കുക? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതറിയാനായി നമ്മുടെ ഹൃദയം തുറക്കണം. അതറിയാനൊരു അഭിലാഷം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുക. ഓരോ ദൈവത്തിൻ്റെ പൈതലിനും അവൻ്റെ ഉള്ളിൽ ഈ അഭിലാഷം, അത് സാത്താൻ എത്ര തകർക്കാൻ ശ്രമിച്ചാലും അവൻ്റെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത ഒരു തീപ്പൊരിയായി അവശേഷിച്ചിട്ടുണ്ടാവും. അത് ഊതി കത്തിക്കണം. അത് ഊതി കത്തിക്കാനാണ് ദൈവം സദ്വാർത്തയുമായി ദൂതനെ അയച്ചത്. എസെക്കിയേൽ 2:3-5 അത് ദൈവം ദൂതനെ അയച്ചിട്ട് അവനോട് പറയുക, അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യമല്ല, അന്ത്യകാലത്തെ കാര്യമാണ്. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചതാണ്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ വരെയും ദൈവത്തിന് മുമ്പിൽ ധിക്കാരമാണ് മനുഷ്യൻ കാണിച്ചിട്ടുള്ളത്. ഇത് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ്, മനുഷ്യൻ്റെ കുറ്റപ്പെടുത്തലല്ല. അവർ മർക്കടമുഷ്ടികളും കാഠിന ഹൃദയരുമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഹൃദയം കാഠിനമാക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുൻപിൽ, ദൈവം അയക്കുന്നവർക്ക് മുമ്പിൽ ഹൃദയം കഠിനമാക്കുന്നവർ, അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അതാണ് ദൈവം അയക്കുന്നവൻ്റെ അധികാരം. അവൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ് അവൻ പറയുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അത് അധികാരത്തോടെ പറയാൻ. അപ്പോൾ അത് പറയാൻ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണ് സദ്വാർത്തദൂതൻ്റെ അഭിഷേകം. നമ്മൾ കണ്ടു, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ അധികാരം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്ന് അവരറിയും. അപ്പോൾ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും തങ്ങളുടെ ഇടയിൽ ദൈവം ഇത് അറിയിക്കാൻ അയച്ച ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവരറിയും. അപ്പോൾ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അത് അറിയേണ്ട ഒരു സമയമുണ്ട്. അറിഞ്ഞാലാണ് നാം കേൾക്കുക. അത് ദൈവത്തിൻ്റെ വാക്കാണ് എന്ന് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിതാവായ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, ദൈവമക്കൾക്ക് വേണ്ടി. അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ രഹസ്യം എന്താണ്?
എന്തിനാണ് അവിടെ നിന്ന് അധ്വാനിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നത്? ഏതാണ് ഈ ഛേദോഹരമായ രക്ഷ? അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യമഹത്വം എന്താണ്? ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരാനാണ് പിതാവായ ദൈവം സദ്വാർത്താദൂതനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചത്. അപ്പോൾ ആ സദ്വാർത്തയിലൂടെ ഈ ദൈവത്തിൻ്റെ അധ്വാനത്തിൻ്റെ രഹസ്യം മുഴുവൻ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയും. ആ അധ്വാനത്തിൻ്റെ പുറകിലുള്ള പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ സ്നേഹാനുഭവത്തിലേക്ക്, ഈ അധ്വാന ഫലം സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിലേക്കാണ് ദൈവം നമ്മളെ ഇപ്പോൾ വിളിക്കണേ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലമതിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ അത്യധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളോടും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവസ്വരത്തിന് ചെവി കൊടുക്കുക. ദൈവത്തിൻ്റെ അധ്വാന ഫലം സ്വന്തമാക്കാൻ ദൈവം നിങ്ങളിലേക്ക് തരുന്ന ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ആ അധ്വാന ഫലം സ്വന്തമാക്കുക. അവിടുന്ന് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാത്സല്യനിധിയായ പിതാവാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഹൃദയം അവിടുന്ന് തുറക്കട്ടെ. അവിടുത്തെ വിളി കേൾക്കാനും ആ വിളിക്ക് ഉത്തരം നൽകാനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എക്കാലവും എല്ലാറ്റിലും ഉപരി മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.